വെള്ളം ദാഹം തീർന്ന് ആ തലകറക്കം മാറി കെട്ടി സുഖം സൂപ്പർ. എൻ്റെ അമ്മ വണ്ടി കയറാൻ പറ്റില്ല, കയറ്റാണ്ടായി 10ൻ്റെ മാസം ഉണ്ടാ. ഓക്കെ ഇപ്പോഴത്തേക്ക് 2.5 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് വാങ്ങി അപ്പോഴെപ്പോഴായിട്ട് ഇപ്പോഴെല്ലാം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് പോകും. തോന്നാ പിടിച്ചോ. കാരണം ഈ വെയിലത്തിറന്ന് വർക്ക് ചെയ്യണ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നല്ലപോലെ അറിയാം. ഈ സമയത്ത് കുടിക്കാൻ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു സുഖമായിരിക്കും. പിടിച്ചോ പിടിച്ചോ. ഒരു ആപ്പിൾ ഫ്ലേവർ, ഒരു മാംഗോ ഫ്ലേവർ, ഒരു പേരയ്ക്ക, 3 ഫ്ലേവർ. പോട്ടാ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഞാൻ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം. ഓക്കെ അപ്പോൾ ഓക്കെ പോന്നാ. അപ്പോൾ എല്ലാം ഫ്രീ ആണല്ലോ. അപ്പോൾ നിങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ സൊമാറ്റോ റൈഡ് ഒന്ന് പോയിട്ട് വരാം. ഉച്ച വെയിൽ ഒരു രക്ഷയില്ല, നല്ല പൊള്ളു കേട്ടാ. സത്യം പറഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞുകൂടാ. നല്ല വർക്ക് ചെയ്തേ പറ്റൂ. പൈസ വേണ്ടേ? പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടേ പറ്റും. അപ്പോൾ ഇതിന്റെ ഇൻസെന്റീവ് എന്ന് പറയുന്നത് 17 ഓർഡറിന്, അതായത് രാവിലെ തൊട്ട് രാത്രി വരെ 17 ഓർഡർ എടുക്കുകയാണെങ്കിൽ 200 ഇൻസെന്റീവ്, 24 ഓർഡർ ആണെങ്കിൽ 350 ഇൻസെന്റീവ്. നമുക്ക് ഈ 17 ഓർഡർ 200 ഇൻസെന്റീവ് മതി. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 12 മണി തൊട്ട് 3 മണി വർക്ക് ചെയ്യാൻ പോകും. പിന്നെ വൈകിട്ട് 6 to 10. അപ്പോൾ ഈ ഉച്ചക്കുള്ള വ്ളോഗ് മാത്രമേ കാണുള്ളൂ. വൈകിട്ടുള്ള കാണാനൊന്നുമില്ല, അത്രയ്ക്കൊന്നും ചെയ്യാനുള്ള ആംബിയറൊന്നുമില്ല. അപ്പോഴത്തേക്ക് ആംബിയറൊന്നുമില്ലെന്നല്ല, എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് പറഞ്ഞു. ഒരു 3-4 മണിക്കൂറാണെങ്കിൽ ചെയ്ത് ഈസിയായിട്ട് പോകാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ വൈകിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണല്ലോ, പോവാം. വാ. വേറെ പറയാനുണ്ടോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇതിന്റെ അടുത്ത വ്ളോഗ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ്. എൻ്റെ ലൈഫിലെ ഇത് ഏറ്റവും, എൻ്റെ ലൈഫിലില്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഇത് ഏറ്റവും സ്പെഷ്യൽ വ്ളോഗാണ്. എന്ത് വ്ളോഗാണെന്നുള്ളത് ഞാൻ അടുത്ത ഇപ്പം പറയണില്ല, പിന്നെ പറയാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്, അതിപ്പോ പറയാൻ കഴിയില്ല. അപ്പൊ എന്തായാലും കുറച്ചുപേർ ഗസ് ചെയ്ത് കാണും. ഓക്കെ, അത് കുഴപ്പമില്ലായിരിക്കട്ടെ. അപ്പൊ നമുക്ക് പോന്നാ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെന്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് ഗീതാസ് ലഞ്ച്. എവിടെ വഴുതേക്കാടാ? 2.5 കിലോമീറ്റർ പിക്കപ്പ്. കുഴപ്പമില്ല, 50 രൂപ കേട്ടണം. ശരി, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ സൊമാറ്റോ ബാഗ് കൊണ്ടുപോയാണ്. തന്നെ ഇരിക്കട്ട് കയ്യിൽ ആവശ്യം വരും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ലഗേജ് വയ്ക്കാമല്ലോ, അകത്ത് ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് പോകാമല്ലോ. ഫ്ലാറ്റിലൊക്കെ പോകുന്ന നേരത്തെ ഹെൽമെറ്റ് എടുത്ത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല, പണിയായി പോകും. ക്യാമറ ഉണ്ടെങ്കിൽ അടിച്ചുകൊണ്ട് വരെങ്കിലും അതിനേക്കാൾ ഇതിനകത്ത് മൂടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സേഫ്റ്റി ആയിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, ഇപ്പോൾ എല്ലാം ടൈറ്റ് ആണല്ലോ. കുറച്ച് ലൂസ് ഉണ്ടാ, ചെറിയ ലൂസ് വേണം എപ്പോഴും. അത് നമുക്ക് മനുഷ്യനിരിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ പോന്നാ. വണ്ടി കണ്ടാ സൂപ്പർ ലുക്കായിരിക്കണം, നല്ല പുതിയ വണ്ടി പോലെ. എൻജിൻ പണി ചെയ്തപ്പോഴേ പുതിയതായി. ഇപ്പോൾ വാട്ടർ വാഷ് ചെയ്തപ്പോൾ ചെറുക്കൻ വേറെ ലെവലിലായിരിക്കണം. ബൈസാണ് ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ആഗ്രഹമുണ്ട് വണ്ടി കാണാനായിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്ത്, റോഡിൽ ഇറങ്ങാൻ നേരത്ത് പൊടിയും മഴയും എല്ലാം കൂടെ അടിച്ച് ചെളിയാവുകയാണ്. പിന്നെയും പഴയ പോലെ വണ്ടി പഴയതാവും. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. റെയിൻകോട്ട് ഇല്ല, ഹെഡ്ഫോൺ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ബാക്കിയെല്ലാം ഉണ്ട്, അത്ര തന്നെ. ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ഹെൽമെറ്റ് അകത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കണം. പിന്നെ റെയിൻകോട്ട് ആവശ്യമില്ല, ഭയങ്കര വെയിലുണ്ടോ എൻ്റെ അമ്മോ. ഇതിന് ഇവിടെ റെയിൻകോട്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കറക്റ്റ് 2.25 കിലോമീറ്ററാണ് നമ്മുടെ സൊമാറ്റോ ആപ്പിൽ കാണിച്ചത്. പക്ഷേ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ പിക്കപ്പ്, 4 കിലോമീറ്റർ ഡ്രോപ്പ്, മൊത്തം 7 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യണം. 7 കിലോമീറ്റർ 70 രൂപയായിരുന്നു. പക്ഷേ ഒരു തരണം 50 രൂപയുള്ളൂ. ശരി, കുഴപ്പമില്ല, ഹിൽസിനെ അടിച്ചാൽ മതി. എത്രയല്ലേ. വെരി ഹൈലി ഡേഞ്ചറസ് ഏരിയ വന്നിട്ടുണ്ട് ജഗതി ജംഗ്ഷനിൽ. എൻ്റെ അമ്മോ, ഇവിടെ നിന്ന് മോളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ ബോംബ് വീഴും. ഇറാൻ ഇസ്രായേൽ നടക്കുന്ന ബോംബല്ല ഇവിടത്തെ ബോംബ്. ഇവിടെ നമുക്ക് നമ്മളെ തലയിലാണ് വീണത്, അവിടെ പോലും എവിടെയെങ്കിലും വീഴും. അതുമല്ലാതെ ഈ ബോംബ് നമ്മൾ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഉള്ള ധൈര്യം, കോൺഫിഡൻസ് എല്ലാം പോകും. അതുകൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടത്. ഇവിടെ വലിയ കുഴപ്പമില്ല, ഈ ഏരിയയിൽ അധികം ബോംബ് വീണിട്ടില്ല. കുറച്ച് വൈറ്റ്നസ് കുറവായിരിക്കണം. റെഡിയാണ് അപ്പോൾ എടുക്കാം. ഒരു ഫുഡ് അവിടെ 290 ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. ഓർഡർ ഐറ്റം എന്ന് പറയുന്നത് സ്പെഷ്യൽ നോൺ വെജ് പുതിച്ചോറ് പിക്ഡ്. വണ്ടി ലുക്ക് അല്ലേ, ചുമ്മാ പറഞ്ഞ് ബോറടിപ്പിക്കാൻ. ശ്രദ്ധിച്ചേ, ബൈസൺ പോലും പിടിക്കില്ല അല്ലേ. അല്ല ബൈസൺ പിന്നല്ലോ, പിന്നെ അല്ലാതെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഈസ്റ്റ് ഫോർട്ട് പടിഞ്ഞാറ് നടയാണ്. ഇവിടെ കറക്റ്റ് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:15 മണിയായി. ഇത് സംഭവം വലിയ ക്യൂ ആണല്ലോ, ട്രാഫിക് ബ്ലോക്ക് ആയാ. ഉച്ച സമയത്ത് ബ്ലോക്കാണ്, ദേഷ്യം വന്നത്. രാവിലെ ബ്ലോക്കാവും, 9-10 മണി ഓഫീസ് ടൈം ബ്ലോക്കായ കുഴപ്പമില്ല. ഈ സമയത്തേക്ക് എന്തിനും ബ്ലോക്കാണെന്ന്. ഒന്നേ ചൂട് സമയത്ത് വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല, വെയിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ശ്വാസം മുട്ടും പോലെ. ഇപ്പോൾ മണി 12 ആയോളും. ഇപ്പോഴേ ഇത്ര വെയിലാണെങ്കിൽ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ നല്ല കടുക്കും. ശരി, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇതൊക്കെ ശീലിച്ച് പോയില്ലേ. സമയത്തിന് വെള്ളം കുടിച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഡീഹൈഡ്രേഷൻ ആവാതെ മാത്രം നോക്കിയാൽ മതി അല്ലേ. ഓക്കെ, നമ്മളെല്ലാം പടിഞ്ഞാറ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് മാപ്പ് നേരത്തെ കാണിച്ചത്. നോക്കട്ടെ മാപ്പ് നോക്കട്ടെ. ഹൗസ് നമ്പറിലുണ്ടോ? ഇവിടെ തന്നെ നല്ല ഏരിയ അല്ലേ, ഗ്രാമം കേട്ടോ. അവിടെയൊക്കെ
നിലാക്കായത് നേരം നല്ല നേരം. നോട്ടെ, റജി രാഘവൻ ഇവിടെയാണോ? ഓക്കെ ഓക്കെ, കൊടുത്തേക്കൂല്ലേ? ശരി, താങ്ക് യു. വിളിച്ച് പറഞ്ഞേക്കാം. ശരിയാണ്. സൊമാറ്റോ ആണേ. ഞാൻ ഇവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പോലീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്യാബിനുണ്ടല്ലോ, അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓർഡർ ഡെലിവർ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 50 രൂപ 54 പൈസയാണ്. ഇപ്പോൾ അടുത്ത ഓർഡർ എവിടെ അടിക്കും അറിഞ്ഞൂടാ. മിക്കവാറും ഉടുപ്പി ഹോട്ടലിലോ അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വരത്ത് ഏതെങ്കിലും ഹോട്ടലിൽ അടിക്കും. ഇവിടെ എന്തൊക്കെ അടിച്ച് ഓർഡർ അടിച്ചു. വലിയ ഓർഡർ കേട്ടോ. സൂപ്പർ 101 രൂപ കിട്ടും. കുമാർ കഫേയിലാണ് പോകേണ്ടത്. അതുവഴി പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റൂലല്ലേ? ശരി, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. 8089 സുധീഷ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ടിപ്പ് തന്നിട്ടുണ്ട്. ടിപ്പ് വേണ്ടെന്ന് പറഞ്ഞ് തന്ന് കുഴപ്പമില്ല, ഇരിക്കട്ടല്ലേ. അത് വെള്ളം കൂടി പോകണം വഴിക്കുണ്ടെങ്കിലും. ഓക്കെ, ഇപ്പോൾ അടുത്ത് പോകേണ്ട റെസ്റ്റോറൻറ്റ് പറഞ്ഞ് കുമാർ കഫേ ആണ്. ഇവിടെ കറക്റ്റ് 2.5 കിലോമീറ്റർ പിക്കപ്പ് ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:30 മണിയായി. ഓക്കെ, റീച്ച് കുമാർ കഫേ. അടുത്ത ഓർഡർ അടിച്ചാൽ കുമാർ കഫേയിൽ. സൂപ്പർ, ഡബിൾ ഓർഡർ 133 രൂപ കാണിക്കാം. അടിക്കുന്നത് വിഷയമില്ല, ഡിലേ ആകാൻ പാടില്ല. അത്ര തന്നെ ഞാൻ കയറി പൊക്കോട്ട്. ജോലിക്ക് വന്ന ആൾക്കാരാണ് ഞാനൊക്കെ. ഇത് എവിടെ കൊണ്ടുവരണം വണ്ടി വയ്ക്കാൻ? ഇവിടെ മെയിനായിട്ട് വണ്ടി പാർക്ക് സ്ഥലം കിട്ടില്ല, അതാണ് മെയിൻ വിഷയം. റീച്ച് ലൊക്കേഷൻ ഒന്ന് റെഡിയായില്ല. ഇപ്പം എന്ത് ചെയ്യാൻ? കേരള ഫിഷ് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് പോയി എടുക്കാം, എന്നിട്ട് മറ്റേത് വെയിറ്റ് ചെയ്ത് നോക്കാം. സമയമാണെങ്കിൽ നമുക്ക് നേരെ സ്ഥലം പെടാം. ഓക്കെ, അല്ല തിരക്കാണല്ലോ പ്രതീക്ഷ. 9375. ഓക്കെ, താങ്ക് യു. ഇത് 0330. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ പിക്കഡ്. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ പ്രാവശ്യമ്മൽ. ഇവിടെ കറക്റ്റ് 8.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:45 മണിയായെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ഒരു മിനിറ്റ്. 12:58, 1 മണിയായി. കുഴപ്പമില്ല, ആദ്യത്തെ 1 മണിക്കൂർ 3 ഓർഡർ ആയല്ലോ, അതിന് വലിയ വിഷയം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ചൂട് സമയത്ത് ഈ വെയിൽ തുറന്ന് ഓടിക്കൊണ്ടിരിക്കില്ല. അതായത് വെള്ളം കുടിക്കാൻ റെസ്റ്റ് എടുക്കാൻ സമയമില്ലാതെ ഓർഡർ പിക്ക് ചെയ്യുക കൊടുക്കുക എന്ന തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തിരക്കിനിടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റാൻ ചെറിയ സഹായം, ഒരു കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പോവുകയാണ്. 10 കൂൾ ഡ്രിങ്ക്സ് ആണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഓരോന്ന് വെച്ച്. എല്ലാവർക്കും അല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന കുറച്ച് പേർ കൊടുക്കാൻ പറ്റും. തന്നെ ഇന്ന് എന്തായാലും ടിപ്പ് കിട്ടി 20 രൂപയ്ക്ക്. 20 രൂപ വെച്ച് നമ്മൾ 2 കൂൾ ഡ്രിങ്ക്സ് വാങ്ങാൻ പോവുകയാണ്. അയ്യോ, കട കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് കട ഉണ്ടെങ്കിൽ അവിടെ വാങ്ങിച്ചിട്ട് പോകട്ടാ. 10 മാസം ഉണ്ടാ? 10 മാസം എത്ര? ഡെയിലി അത് മതി. 2 വേണം. തണുപ്പ് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അടുത്തുണ്ടേ. ഓക്കെ, ഇപ്പോഴത്തേക്ക് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് വാങ്ങി അപ്പോഴെപ്പോഴായിട്ട്. ഇപ്പോഴെല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് പോകും. ഇവിടെ ഇരിക്കട്ടെ. നമ്മളങ്ങനെ പ്രാവശ്യമെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞാൽ നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണം, ഇല്ലെങ്കിൽ ഭയങ്കര ഉഴപ്പാണ് ഇവരൊക്കെ. വർക്ക് നടക്കുക തന്നെ അല്ലേ? ഓക്കെ, പെട്ടെന്ന് ആവട്ടെ കേട്ടാ. ക്യാരിയുടെ ലുക്കേ മാറിപ്പോയില്ലേ ഇവിടുത്തെ. ഇനി ഇവിടുന്ന് 300 മീറ്റർ ദൂരമുള്ള കസ്റ്റമർ ലൊക്കേഷൻ. നേരെ പോയിട്ട് ലെഫ്റ്റാണ് മാപ്പ് കാണിച്ചത്. അങ്ങോട്ട് പോയിട്ട് മാപ്പ് നോക്കാം. ചൂട് കാറ്റ് കേട്ടോ. അയ്യോ, അമ്മാവാ പോയിക്കോ, നിൽക്കണ്ട. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അമ്മാവൻ പോയാ പയ്യെ? പോയി. എനിക്കും ദേഷ്യമില്ല, നിങ്ങൾക്കും ദേഷ്യമില്ല. ആവശ്യമില്ല, ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ലെഫ്റ്റ്. ഇവിടെ ഇങ്ങോട്ട് പോകണം. ശ്രദ്ധിച്ചേ, വിത്തിൻ സെക്കൻഡ് ആയിരിക്കണം. മില്ലി സെക്കൻഡിൽ മാപ്പ് നോക്കിയിട്ട് റോഡ് നോക്കണം, മനസ്സിലായി? അല്ലാതെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണിയായിപ്പോൾ. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ. ടർഫിലാ? ആരില്ലല്ലോ കാണാൻ. ടർഫിന് അടുത്തില്ലായിരിക്കും വീട് പറഞ്ഞു. ടർഫിലല്ല. കുറുക്കെല്ലാം പൊള്ളണമെന്ന് വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. സൊമാറ്റോ ആണേ. കട കണ്ടായിരുന്നു. അയ്യങ്കാളി നഗർ അല്ലേ? ഓക്കെ, നീ അടുത്തോട്ടാണോ? ഓക്കെ, കണ്ട്. ഓക്കെ, ഇവിടെ അല്ലേ? വണ്ടി വിടൂലല്ലോ. ഇത് തന്നെ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ചൂട് സഹിക്കാൻ പറ്റില്ല ദൈവമേ. ഇന്നിത്തിരി മഴ പെയ്യ് കുറച്ചെങ്കിലേ. വൈകിട്ടാകുമ്പോൾ കനൽ കാറ്റാണ് അടിക്കണം കേട്ടോ കംപ്ലീറ്റ്. അപ്പൂപ്പൻ താടി പിടിച്ചല്ലേ പോയി. എന്താ പോണം അപ്പൂപ്പൻ താടി. കണ്ട് കുറേ ദിവസമായി അപ്പൂപ്പൻ താടിയാ. വാ, എടുത്ത് നോക്കാം. അപ്പൂപ്പൻ താടി എവിടെ പോയി? സുരക്ഷ കാണാനില്ല. വീണാണല്ലോ. അയ്യോ, എവിടെ പോയാ? എന്താ കാറ്റിൽ പറന്നു പോയാ? ദോടക്കണം. അടിപൊളിയില്ലേ? അത് എവിടെ ഫോൺ ഡ്രൈവർ വാ എന്നില്ലേ? ബ്ലോഗിൽ കാണിക്കട്ടെ. ഇതൊക്കെ കണ്ട് കുറേ ദിവസങ്ങളായി. അങ്ങനെയുണ്ട്. സൂപ്പറല്ലേ? മറന്നു പോകണണ്ട. അടിപൊളിയില്ലേ? ഇതൊക്കെ നമ്മൾ കളിപ്പാട്ടാക്കി പണ്ടൊക്കെ 1 മണിക്ക് കളിക്കുമായിരുന്നു. ഇപ്പോൾ എവിടെ നിന്ന്? ഓക്കെ, നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ നർവാമൂടാണ്. ഇവിടുത്തെ കറക്റ്റ് 1.9 കിലോമീറ്റർ ദൂരം ഉണ്ട്. അയ്യോ, കുറച്ച് ഫ്രണ്ടിലായിപ്പോയി. നർവാമൂട് ജംഗ്ഷനിൽ പോകണ്ട, അതിന് മുമ്പായിട്ടാണ്. താലാട്ട്
கேட்டிடாமலே தாயின் மடியின் ஓசை நானும் கேட்டேன் தூங்க வெயில் காத்து வீசுதே ഇളം പോലെ പേസുതേ. ഇത് മാർച്ചിലേ ഇങ്ങനെ ഏപ്രിലൊക്കെ ആകുമ്പോൾ നോക്കേണ്ട സൊല്യൂഷൻ വെളി ഇറങ്ങാൻ പാടില്ല ഉച്ച സമയത്തൊന്നും. അതാണ് ചെയ്യേണ്ടത്. മര്യാദയ്ക്ക് വൈകിട്ട് മാത്രം വർക്ക് ചെയ്യുക, ഉള്ള പൈസ വാങ്ങി വീട്ടിൽ പോകുക, അത്ര. ഇവിടെ അല്ലേ വളയിനോസ കേട്ട് തന്നെ താനേ താനേ. ആ സൊമാറ്റോ ആണേ. ഓക്കെ റോസ് അവിടെയാണോ? ഓക്കെ ഓക്കെ ശരി. സെക്കൻഡ് ഫ്ലോർ എന്നാണ് പറഞ്ഞത്. ഹായ് ഹായ് ഹായ്. നല്ല ചിരിയല്ലേ. റോസ് ചെടിയുള്ള ഫ്ലാറ്റ് ഇതല്ല. ഹായ്. ഇവിടെ അല്ലേ ആ റോസ് ചെടിയിൽ? ഇവിടെ അല്ലേ റോസ് ചെടി? ഓക്കെ ഓക്കെ ശരി ശരി ശരി. സൊമാറ്റോ ആണേ. ശരി ഓക്കെ. ഓർഡർ ഡെലിവർ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 2 ഓർഡർ കൊടുത്തപ്പോൾ കിട്ടിയ പേയ്മെൻറ്റ് 133 രൂപ 55 പൈസ. സ്കൂളിൽ പോയില്ലേ ഇന്ന്? സ്കൂളൊന്നുമില്ലേ? ശരി പരീക്ഷ അല്ലേ? ഓക്കെ ഓക്കെ ടാറ്റ. പിള്ളേർക്ക് എക്സാം തുടങ്ങിയിട്ടുണ്ട്. വൈശുവിന് തുടങ്ങി. വൈശുവിന് വൈകിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ പൈസ പോ. വന്ന വഴി തിരിച്ച് പോകാം. അതൊക്കെയാണ് അല്ലേ സൂചിച്ച പടി കയറിയപ്പോൾ. മെയിനായിട്ട് വെയിൽ കണ്ട. ഈ വെയിൽ കാരണം തന്നെ പാതി എനർജി പോകും. അതിനിടയ്ക്ക് 2 നില പടിയായി കയറുമ്പോഴേ ഒരു പരിവാവും. വണ്ടി നോക്കി ഒത്തിരി വെള്ളം കുടിക്കുക. നാക്കല്ല വരണ്ടു പോയി. ഓ നാക്ക് മാത്രമേ തൊണ്ടയെ വരണ്ടു പോയി. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. വണ്ടി എടുക്ക്. ഡബിൾ ഓർഡർ APM-ൽ. ഒന്ന് ആംബ്രോഷ്യ ഇവിടെ പാപ്പനും കൂടെ ആംബ്രോഷ്യ ഉണ്ടോ? 32 രൂപയുള്ളൂ 2 ഓർഡറിന്. അങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ. 50 മൾട്ടി ഓർഡറാണ്. 2 ഓർഡർ ചേർത്ത് 32 രൂപയാണ് കാണിക്കണത്. 2 ഓർഡറൊക്കെ 50 രൂപ മിനിമം വേണ്ടേ? ഓർഡർ 44 രൂപയ്ക്ക് വേണ്ടേ? എന്തോന്നല്ലേ കാണിക്കണത് നിങ്ങൾക്ക്? ഓക്കെ റീച്ച്ഡ് APM ഹോട്ടൽ 6432. ഓക്കെ 6432 ബീഫ് റോസ്റ്റ് ഓർഡർ പിക്ഡ്. റോന്നാ പിടിച്ചോ. ഒരു ചെറിയ യാത്ര. ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഇതൊക്കെ ആർക്ക് ചെയ്യാന്നുള്ളൂ. കാരണം ഈ വെയിലത്തിറന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നല്ലപോലെ അറിയാം. ഈ സമയത്ത് കുടിക്കാൻ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു സുഖമായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമായിട്ട് ഞാൻ ചെയ്യണമല്ല. എൻ്റെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടി ചെയ്യുകയാണ്. എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഹെൽപ്പ് അത്ര തന്നെ. ഞാൻ ഒന്നും മറന്നിട്ടില്ല ചില കാര്യങ്ങളൊന്നും. അപ്പോൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അതേപോലെ എനിക്ക് കുറേ പേർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ ആംബ്രോഷ്യ റെസ്റ്റോറൻറ്റ് നിറമങ്കര. ഇവിടെ പറഞ്ഞ ആംബ്രോഷ്യ. ഓ ഇത് ഭയങ്കര നഷ്ടമാണല്ലോ സുശേഷ. ഇനി അവിടെ പോയി നേരെ യൂട്ടേൺ പോകണം തിരിച്ച് പോകണമെങ്കിൽ. റീച്ച് ആംബ്രോഷ്യ റെഡിയായി. സംഭവം 2 ഓർഡർ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് ഇത് വലിയ ലാഭമല്ല, നഷ്ടമാണ്. കാരണം ഓർഡർ പേയ്മെൻറ്റ് ഒന്നേ കിട്ടുള്ളൂ നമുക്ക്. ഇത് 2 ഓർഡർ 2 സ്ഥലത്താണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പൈസ കിട്ടിയേനെ. അവിടെയാണോ? 8243 ചിക്കൻ സാൻഡ്വിച്ച് റോൾ ഓർഡർ പിക്ഡ്. ഓക്കെ അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നിറമങ്കരയാണ്. ഇവിടെ കറക്റ്റ് 1.5 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:53 2 സത്യം പറഞ്ഞാൽ ആ ഡ്രിങ്ക്സ് കൊടുത്തപ്പോൾ ആ പുള്ളിയുടെ വായിന്ന് ഒരു താങ്ക്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല ഫീൽ കേട്ടോ മനസ്സിനകത്തെ. സംഭവം വലിയ സഹായമില്ല, എന്നാലും ആ ഒരു വെയിൽ സമയത്ത് ഒരു വെള്ളം കെട്ടുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അവരെ മുഖത്ത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീൽ കേട്ടോ. ഭയങ്കര ഫീൽ ആയിരിക്കണം. അത് എങ്ങനെ പറയാം, അതൊരു ഇനിയും കുറേ ചെയ്യണമെന്ന് തോന്നുന്നു മനസ്സിനകത്ത്. അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ നമുക്ക് 2-3 കേസ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് പോകുന്ന വഴിക്കുള്ള എല്ലാ പയ്യന്മാർക്കും കൊടുക്കാൻ തോന്നും. സത്യമായിട്ടും കൊടുത്താൽ തെറ്റൊന്നുമില്ല അല്ലേ? നോക്കട്ടെ പൈസ റെഡി ആവണമെങ്കിൽ ചെയ്യാം. അതുപോലെയൊക്കെ അന്ന് നമ്മൾ സൊമാറ്റോ ജോലിക്ക് പോകണ്ട, ഓൺലി ഡ്രിങ്ക്സ് സപ്ലൈ നമ്മളെ പയ്യന്മാർക്ക്. അപ്പോൾ വെയിൽ കടുക്കണ്. അങ്ങോട്ട് പോകുന്നതോറും വെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് നിൽക്കാൻ പറ്റില്ല, തലയൊക്കെ ഒരുമാതിരി കറങ്ങണ്. വണ്ടി നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം, വേറൊന്നുമില്ല. നമുക്ക് ഇവിടെ നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാമല്ലേ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ച് വരാൻ പാടില്ല ഈ റൂട്ടിലോട്ട്. അത് റോങ് സൈഡിൽ നിന്ന് പറഞ്ഞ് ക്യാമറയിൽ പെറ്റി അടിച്ച് തരും. എന്തിനാവശ്യമില്ലാതെ അല്ലേ? വണ്ടി നിൽക്കുമല്ലോ, വിടാന്നില്ലല്ലോ. പൈസ നോക്കിയാണല്ലോ അല്ലേ? ബിഗ് ഹൗസ് അവിടെയാണോ? ഓക്കെ 2 ഓർഡർ അല്ലേ? ഒരു മിനിറ്റ്. 171 രൂപ. ഒരു മിനിറ്റ് വേറെ മറ്റേ ഓർഡർ പേയ്മെൻറ്റ് അടച്ചു തന്നു. ശരി ഓക്കെ താങ്ക് യു. ശരിയാണ്. ഓക്കെ ഒരു ഓർഡർ ക്യാഷ്, ഒരു ഓർഡർ ഓൺലൈൻ പെയ്ഡ്. അപ്പം ഓർഡർ പിക്ഡ്. ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 35 രൂപ 50 പൈസയാണ്. അയ്യോ വലിയ ഓർഡർ കേട്ടോ. ഈ ഓർഡർ എടുക്കണോ ചോദിച്ചാൽ നമുക്ക് വേണോ? ഭയങ്കര ചെറിയ ഓർഡർ ആയിക്കണല്ലോ. അത് കിള്ളിപ്പാലം കുമാർ കഫേയാണ്. പോയാൽ നേരം വിളിക്കുകയും ചെയ്യും. ക്യാൻസൽ വിട്ടാലോ? എന്ത് പറയണം? ശരി പാപ്പോ എന്തായാലും ഓർഡർ അക്സെപ്റ്റ് ചെയ്ത്. ഡബിൾ ഓർഡർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ശരി പറയാൻ പറ്റില്ല, പോകണ വഴിക്ക് അടിക്കും ഡബിൾ ഓർഡർ. ഓക്കെ റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ടോ എന്താ ഒരു പിടിയില്ല. എവിടെ നിന്ന് നമുക്കറിയാമല്ലോ. ഇതിന് വേണ്ടി നമ്മൾ ഇനി 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഈ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് ദേഷ്യം വന്നത്. ഓക്കെ നമ്മൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ബിരിയാണി. ഓക്കെ പോട്ടാ ബ്രോ. തരാം. ശരി എന്നാൽ 0033 ഇത് തന്നെ. ഓക്കെ കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. ഓർഡർ പിക്ഡ്. മണി ഇപ്പോൾ 2:15 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെടുങ്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 1.2 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഉള്ള എനർജി എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റിൽ 150 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ അല്ലേ?
ഓക്കെ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 22 രൂപ 52 പൈസയാണ്. ഇതുപോലത്തെ ഓർഡറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ ലാഭമില്ല, കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടിക്കല്ലേ ദൈവമേ. അടിക്കണമെങ്കിൽ 50 രൂപ ഓർഡർ അടി. എന്ത് ഓഫ്ലൈനിൽ ഓട്ടോമാറ്റിക്കായിട്ട്, ചുമ്മാ ആവശ്യമില്ലാതെ ഓഫ്ലൈനിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് ലാസ്റ്റ് ഇൻകംപ്ലീറ്റ് ഗിഗ് ആവും. ലാസ്റ്റ് നോക്കുമ്പോൾ ഇൻസെൻറ്റീവ് കട്ടായി കാണും. നല്ല ആപ്പ് കേട്ടോ, നല്ല ആപ്പ് നോക്കി തന്നെ 16 ഓർഡർ അവൈലബിൾ ആണെന്ന്. എവിടെ ഹോട്ട്സ്പോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓഹോ എവിടെ കുമാർ കഫേ ആയിരിക്കും, അവിടെ ഇനിയും പോകണം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പൂജപ്പുര പോവാം. പൂജപ്പുര പോയി ആദ്യം വെള്ളം കുടിക്കാം, സംഭാരം. പിടിച്ചോ മോനുണ്ടാ സംഭാരം ഉണ്ടാ? സോഡാലേം ഉണ്ടല്ലേ, പഞ്ചസാര കുറച്ച് മതിയേ, മരം കുറച്ച് ഉപ്പ് അടക്കെ ഓപ്പൺ ചെയ്താൽ ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഈ മര്യാദ കുഴച്ച കുഴപ്പമില്ല, ആവശ്യമില്ലാതെ ഈ നമ്മൾ സ്റ്റണ്ട് ചെയ്യാൻ പാടില്ല. ചില പയ്യന്മാരൊക്കെ ഇത് വെച്ചോണ്ട് സ്പീഡിൽ പോകും, ഹൈവേ കൂടെ ഒക്കെ വീൽ ചെയ്തൊക്കെ പോകും. അങ്ങനെയാണ് പ്രശ്നമായത്. അല്ലാതെ നമ്മളെപ്പോലെ സാധാരണ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ കുഴപ്പമൊന്നുമില്ല, പോലീസ് കണ്ടൊന്നും പറഞ്ഞൊന്നുമില്ല. മര്യാദയ്ക്ക് പോയാൽ കുഴപ്പമില്ല, ആവശ്യമില്ല വില കാണിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, സ്വീറ്റ് ട്രൂത്ത്. ഇത് എവിടെ അത്? പനവള ജംഗ്ഷൻ. ലൈൻ വന്നാ, താങ്ക് യു. ഓക്കെ പോന്നാ. വെള്ളം താൻ തീർന്ന് ആ തലകറക്കം മാറി കെട്ടി, സുഖം, സൂപ്പർ. എൻ്റെ അമ്മ വണ്ടി കയറാൻ പറ്റില്ല, കയറ്റാണ്ടായി. ഇപ്പം കുഴപ്പമില്ല, കയറി. ഓക്കെ, റീച്ച് റെസ്റ്റോറൻറ്റ്. വണ്ടി ലുക്ക് നമ്മൾ ലുക്കല്ലേ, നൈസായിരിക്കണം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നോക്ക് നമ്മളെ ലുക്ക് നോക്ക്. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. ഇവിടെ പ്ലാറ്റ്ഫോമാണ്, ഇവിടെ വച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം അമ്മച്ചി വരുമോ? നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു അമ്മച്ചി ഒന്നും വിചാരിക്കില്ലേ. അമ്മച്ചി തിരുമ്പ വந்தாச்சு, മമ്മി റിട്ടേൺ. വെള്ളം കുടിച്ചപ്പോൾ സ്പീഡ് കണ്ടോ ഓട്ടത്തിൻ്റെ. റെഡി വന്നാ? എടുത്തൊരാളില്ല അല്ലേ? ഇത് റെഡി ആയിട്ടുണ്ടേ. 10170 റൈറ്റ്. എൻ്റെ OTP എവിടെ? OTP വന്നിട്ട് 4391. എന്തോ സംഭവം, OTP ചോദിക്കണേ, പിക്ചർ ചോദിക്കണേ, എല്ലാം ചോദിച്ച്. ഓക്കെ, പോകുന്ന മണി ഇപ്പോൾ 2:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട കസ്റ്റമർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആനയറിയാണ്. ഇവിടെ കറക്റ്റ് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ബാക്കറി ജംഗ്ഷൻ. കറക്റ്റ് അങ്ങനെ തന്നെ. ഇപ്പോൾ ഇടിച്ചേനെ, ജസ്റ്റ് മിസ് കണ്ട. ABS ഉള്ളതുകൊണ്ട് കൊള്ളാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ബസ്സിൻ്റെ അടിയിൽ നമ്മളായനെ. അപ്പോൾ ഫ്രണ്ടിൽ പോയ കാർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച്, അതിൻ്റെ ബാക്കിൽ നിന്ന് ബസ് ബ്രേക്ക് പിടിച്ച്, അതിൻ്റെ ബാക്കിൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിർത്തി. ഇതിൽ ആരെങ്കിലും ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ ഡേഞ്ചർ ആയിരുന്നു. സംഭവം കൊള്ളാലോ, ഫുൾ റോഡിട്ടല്ലോ. സംഭവം ഇവിടെ ഓഫ് റോഡൊക്കെ മാറി ഫുൾ റോഡായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. അന്നൊക്കെ വരുമ്പോൾ എപ്പോഴും പൊടിയും മണ്ണുമാണ്. ലൊക്കേഷൻ അത്യാവശ്യം താണ്ടി ഫ്രണ്ടിലായി പോയി, കുറച്ച് ബാക്കി പോകണം. ഇവിടെയൊക്കെ ഓർഡർ അടിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. ഈ മണ്ണും പൊടിയിലും വായിക്കാത്ത മൂക്കിലും കയറി പോകും. ആ വിഷമം കാരണം ഇവിടെ വരാൻ മടിയാണ്. ഇപ്പം കുഴപ്പമില്ല, ഓക്കെ. ഇപ്പം ഇവിടെ കുറച്ച് ഫ്രണ്ടിലായി പോയാ? യെസ്, കുറച്ച് ഫ്രണ്ടിലായി പോയി, കുറച്ച് ബാക്കിലാണ്. ഈ മുടുക്കിലായിരിക്കും സുധീഷേ വീട് പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ എത്ര? മണി 2:55 മതി. നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് പൈസ വിളിക്കാൻ വരെ പോകണമുണ്ട്. ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 285 രൂപ 39 പൈസ ഏണിങ്സ് പ്ലസ് 50 രൂപ ഇൻസെൻറ്റീവ്, എല്ലാം കൂടെ മൊത്തം 335 രൂപ 39 പൈസ അല്ലേ. അപ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആണ്, വലിയ ഏണിങ്സ് ഒന്നും ഇല്ല. എന്തായാലും വൈകിട്ട് കൂടെ ഓടുമ്പോൾ എല്ലാം കൂടെ ഒരു 800 രൂപ കിട്ടുമായിരിക്കും, നോക്കാം. ഇന്ന് അതുമില്ലാതെ ഓർഡറും കുറവാണ്. അടിച്ച ഓർഡറൊക്കെ ചെറിയ ഓർഡറുകൾ, ലോങ് പിക്കപ്പ്, ലോങ് ഡിലേസ്. തണുപ്പുണ്ടല്ലോ. ഓക്കെ, ഒരു ആപ്പിൾ ഫ്ലേവർ, ഒരു മാംഗോ ഫ്ലേവർ, ഒരു പേരയ്ക്ക, 3 ഫ്ലേവർ. 3. ഓക്കെ, അഗൈൻ ഒരു 3 ബോട്ടിൽ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. പയ്യന്മാർക്ക് വെള്ളം താഴ്ച നിൽക്കുകയാണ്, കൊടുത്തില്ലോണ്ട് മോശമാണ് ചോദിച്ചേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കേരളത്തെ CM ആയി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പൈപ്പ് കണക്ഷനിൽ കൂൾ ഡ്രിങ്ക്സ് എത്തിക്കും. ഓരോ ആഴ്ചയിൽ ഓരോ ഫ്ലേവർ. ഇങ്ങനെയുണ്ട്. ഇരിക്കട്ടെ, നോമ്പാ? സോറി, നോമ്പാണ് പുള്ളിക്കാരൻ. കുഴപ്പമില്ല, കുറവിനെ എല്ലാം ചെറിയ ഓർഡറുകൾ. നമ്മളെ ചാനൽ അറിയാലോ, കാണാം. ഓട്ടാ, ഓക്കെ. ആഹാരം കഴിച്ചാ? ഓക്കെ, ഇനി 8 ബാക്കിയുണ്ട്. ഇതാ ഒരു പുള്ളിക്കാരൻ നിൽക്കുന്നത്, അവിടെ കൊടുത്താലോ? ചെറിയൊരു സഹായം. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഞാൻ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം. ഓക്കെ, ശരി എന്നാ. ഓർഡർ കഴിഞ്ഞാ? ജോലി കഴിഞ്ഞാ? ശരി. ആഹാരം കഴിച്ചാ? ചോറ്? ശരി. ഓക്കെ, വെയിൽ സമയമല്ലേ, നല്ല വെയിൽ സമയമല്ലേ, അതാണ് വെള്ളം വാങ്ങിച്ചു കൊടുക്കുക എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ചെറിയൊരു സഹായം. ഓക്കെ, ശരി എന്നാ. ഇനി ലാസ്റ്റ് ഒരെണ്ണമുണ്ട്, ഒരു ഡ്രിങ്ക്സ് മാത്രം. അത് വേണമെങ്കിൽ ആർക്ക് കൊടുക്കാൻ? ആ പുള്ളിക്കാൻ കൊടുത്താലോ? പോകണം നമ്മൾ ഏരിയത്തിന് പോകണം കേട്ടോ. ഓട്ടൊക്കെ ചെയ്യ്, ആളെ പിടി എന്നെ വിട്ടാൽ പറ്റൂല. ഇവിടെ പോകണം, നമ്മൾ ഏരിയക്കകത്ത് ഒറ്റയ്ക്ക്. വണ്ടി കൊണ്ട് അകത്ത് കയറിയാ
വെയിൽ സമയമല്ലേ, വെള്ളം കൂടി. ആ നമ്മളൊന്ന് കണ്ടോ ഒരിക്കൽ മീറ്റ് ചെയ്തില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ് കാണുന്നല്ലേ. വേറെ പയ്യനായി. നമ്മൾ ചാനൽ KLTN വ്ളോഗ് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. നമ്മളിതുപോലെ ഞാനും സൊമാറ്റോ വർക്ക് ചെയ്യാനാ. പിന്നെ വെയിൽ സമയമല്ലേ, എന്തായാലും കഴിക്കണ്ടേ. ഓക്കെ ജോലി കഴിഞ്ഞാ 4 മണിക്ക് ചോറ് കഴിച്ചാ? ഓക്കെ അത്ര തന്നെ നമ്മളെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോകാം. അത്ര തന്നെ സന്തോഷമായി. ആദ്യം ചെറിയ മടി കേട്ടോ കൊടുക്കാനായിട്ടെ. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ ബാങ്ക് വലിയ അറിഞ്ഞൂടാ, അതൊരു വിഷയമാണ്. ഓക്കെ നമ്മ വീട്ടിലേക്ക് വന്നാച്ച് ചോറ് കഴിച്ചിട്ട് വൈശ്യ വിളിക്കാൻ പോണോ, അതോ വൈശ്യ വിളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കണോ? ആദ്യം വൈശ്യ വിളിച്ചിട്ട്. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞത് കുറച്ച് പഴങ്ങഞ്ഞുണ്ട്, പിന്നെ ക്യാരറ്റും എന്ത് തോരൻ, ക്യാരറ്റ് വിത്ത് ക്യാബേജ് തോരൻ, മുട്ട ഓംലേറ്റ്, പിന്നെ സാമ്പാർ. കഴിക്കണോ? നേരത്തെ കഴിക്കാൻ മോര് മോനാണ് തൂക്കം. പഴഞ്ഞി പഴം അവിടെ പഴയ കഞ്ഞിയാണ്. ഇന്നത്തെ ബ്ലോഗ് സൂപ്പർ കേട്ടോ, ഒരു രക്ഷയിൽ നല്ല ഒരു മനസ്സിന് സന്തോഷമായി. ഡ്രിങ്ക്സ് വേണോ? നിനക്ക് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ വീട്ടില്. കാരണം ഈ പൊങ്കാലയ്ക്ക് നമ്മൾ പോയപ്പോഴേ അവിടെ വെച്ച് ഇതുപോലെ കുറെ കാര്യം കണ്ടപ്പോണ്ട് എനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നു. പൈസ എന്ത് പൈസ? ആർക്ക് പൈസ? അയ്യോ നമ്മള് ഹെൽപ്പാണ് ചെയ്യണത്, വിൽക്കണില്ല സാധനം വാങ്ങിച്ച്. ഭയങ്കര വെയില്, സത്യം പറഞ്ഞ നല്ല വെയിലാണ്. ഈ വെയിലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല പോലെ എനർജി ബോഡിയിൽ വേണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് ചെറിയ സഹായം നമ്മൾ ചെയ്തു. വെയിലത്ത് ഇറങ്ങി നോക്കാം, പറയാം. സ്കൂളിന്റെ അകത്തല്ലെങ്കിൽ ഇരിക്കണം, വെളിയിൽ വന്ന് വർക്ക് ചെയ്യാം, പറയാം. ഫുഡ് കഴിവാ ശരി. ഓക്കെ ഇറങ്ങിയാ പോണം. ഇന്നത്തെ വ്ളോഗ് കഴിയാം. ഒരു ദിവസം ലീവ് പറഞ്ഞ വെള്ളിയാഴ്ച പക്ഷേ ലീവാണ്, എക്സാം ഉണ്ട്. എന്നാൽ ലീവ് എടുക്കാനുള്ള മെയിൻ കാരണം സർപ്രൈസ്. ആ വ്ളോഗ് അടുത്ത വ്ളോഗിൽ പറയാം. ഓക്കെ അടുത്ത വ്ളോഗ് നല്ല സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളെ വീട്ടിൽ ഒരു പുതിയൊരാൾ വരാനുള്ള വ്ളോഗാണ്. ഓക്കെ അത്ര പറയാനുള്ളൂ. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും കുറച്ചു നേരം സെൻറ്റി അടിക്കുക, മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടക്കിരിക്കണം. Many hours later. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പള്ളിപ്പുറമാണ്. എൻ്റെ വണ്ടി ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് നേരമായി. യഥാർത്ഥ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ടാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു സംഭവം ട്യൂബ് ഇളകി കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ വെച്ച് 2 പുള്ളിക്കാരെ കണ്ടായിരുന്നു. പുള്ളിയുടെ പേര് അഖിലും വിനീത്. 2 പേരും ചേർത്താണ് എൻ്റെ വണ്ടി നന്നായി തന്നത്. അപ്പോൾ താങ്ക്സ് ചേട്ടാ, നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ദൈവം വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയില്ലേ, ആ ദൈവങ്ങളാണ് ഈ 2 പേരൊക്കെ. നമ്മളെ വ്ളോഗ് കാണാം കേട്ടോ, KLTN വ്ളോഗ്. എൻ്റെ പേര് സുധീഷ്. ഓക്കെ വിനീത് ഡ്രൈവർ. ഇപ്പം ഡ്രൈവറും വെൽഡറുമാണ്. സത്യം പറഞ്ഞാൽ ഇവർക്കും വലിയ പണി അറിവുണ്ടല്ലേ ഇതിനെ പറ്റിയൊന്നും. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ. 5 മണി കഴിഞ്ഞാൽ വണ്ടിയല്ലേ, അപ്പം ഇങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുമ്പോൾ പിന്നെ ആ പുള്ളിയെ വിളിച്ച് ചോദിച്ച് പുള്ളി ഫോൺ എടുക്കണില്ല. രാത്രി ആര് വിളിച്ചാൽ വരാൻ പറ്റും? സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാരെ വിളിച്ചാൽ ആരും വന്നില്ല. ഒരുപാട് എമോഷൻ ഫീൽ ചെയ്തു സത്യം പറയാലോ. സത്യമായിട്ട് വിഷമായി ബ്രോ. അത്രയ്ക്ക് എന്താ പറയുക, ഒരു 10,000 പണി ചെയ്തു വണ്ടിക്ക്, 11,000 രൂപത്തിലാക്കി വണ്ടിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പം ചെറിയൊരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ശരിയാക്കിക്കൊണ്ട് വണ്ടി കൊണ്ട് പോകാൻ എനിക്ക് വീട്ടിലോട്ട്. ഇല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ലിഫ്റ്റ് അടിച്ച് പോകണം മെയിൻ റോഡ് വരെ. അവിടുന്ന് ബസ് കിട്ടി ഇല്ലെങ്കിൽ സംഭവം വൈകിട്ട് ജോലിക്ക് പോയി നടന്ന സംഭവമാണ്. അതായത് കടക്കൂട്ടത്തിൽ നിന്ന് ലാസ്റ്റ് ഓർഡർ അടിച്ചു വിട്ടത് പള്ളിപ്പുറത്ത്. അങ്ങോട്ടൊന്നും സാറിന് പോവേയില്ല ഓർഡറൊന്നും. എൻ്റെ കഷ്ടകാലത്തിന് ലാസ്റ്റ് ഓർഡർ അവിടെയായിരുന്നു. അവിടുന്ന് പൂജപ്പുര പറഞ്ഞാൽ കറക്റ്റ് 20 കിലോമീറ്റർ ദൂരമുണ്ട്. കറക്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ എത്താറാകും മുമ്പായിട്ട് ഒരു 500 മീറ്റർ മുമ്പായിട്ടാണ് വണ്ടി ഇതുപോലെ പെട്ടെന്ന് വഴി നിന്നതല്ല, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടിക്ക് ഒരു സ്പീഡ് കുറഞ്ഞു പോയി. കുറച്ചൊരായപ്പോണ്ട് ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്നു കാലിന്റെ തുടഭാഗത്ത്. കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതൽ ഈർപ്പം പോലെ പറഞ്ഞു. അപ്പം തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പെട്രോൾ ലീക്ക് ആവണം. അത് കുറച്ച് ലീക്ക് ആവണമല്ല, ശരിക്കും ലീക്ക് ആവണം. അതായത് ഒരു സെക്കൻഡിന് 1 ഗ്ലാസ് പെട്രോളാണ് ലീക്ക് ആവണം. അത് 1 ഗ്ലാസ് പറയുമ്പോൾ 150 മില്ലി ലിറ്റർ പെട്രോളാണ്
അത്രയും ലീക്ക് ആയിക്കൊണ്ടിരിക്കണത്. ഞാൻ പെട്ടെന്ന് വണ്ടി ഒതുക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് കസ്റ്റമർ വിളിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ കസ്റ്റമർ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 500 മീറ്ററിലേ ഉള്ളൂ നടന്നു വരാൻ പറ്റും ചോദിച്ചു. ഞാൻ പറഞ്ഞു നടന്നു വരാൻ പറ്റില്ല, വണ്ടി വഴി നിൽക്കുകയാണ്, വണ്ടി പെട്രോൾ ലീക്ക് ആയി ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞപ്പോൾ കസ്റ്റമർ നടന്ന് ഇങ്ങോട്ട് വന്ന് ഫുഡ് വാങ്ങിച്ച് കൊണ്ടുപോയി. കുഴപ്പമില്ല. അപ്പൊ അതിൽ ഓർഡർ ഡെലിവറി ആറ് വിഷയമൊന്നുമില്ല. എനിക്കിപ്പോ വണ്ടി കൊണ്ട് വീട്ടിൽ വരണം, അതല്ലേ വിഷയം. അപ്പൊ ഞാൻ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ വിളിച്ച് ചോദിച്ചായിരുന്നു, ചേട്ടാ ഇതുപോലെ പോകുന്ന വഴിക്ക് വർക്ക്ഷോപ്പിലുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞ് വർക്ക്ഷോപ്പൊന്നും ഇല്ല, ഒരെണ്ണമുണ്ട്, അത് ചിലപ്പോൾ രാത്രി പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞു. പോയി നോക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് അടുത്ത് തന്നെ 1 കിലോമീറ്റർ പോകണം പറഞ്ഞു. 1 കിലോമീറ്റർ അടുത്താണ്. അത് ബൈക്കിൽ പോയാൽ നടന്നു പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ എങ്കിലും ആവും. അത് വണ്ടി തള്ളി കൊണ്ട് പോകണ്ടേ. അപ്പൊ അത്രയും ദൂരം ഉരുട്ടി തള്ളി കറക്റ്റ് അവിടെ എത്തിയപ്പോൾ വർക്ക്ഷോപ്പ് അടച്ചിരിക്കുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഇനി വേറെ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ല, ചേട്ടാ വണ്ടി വെച്ചിട്ട് പോകാൻ പറഞ്ഞു. എനിക്കാണ് ആകെ വിഷമായിപ്പോയി. ഇത്രയും പൈസ ചെലവാക്കിയിട്ട് പിന്നെയും പണി വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ പെട്രോൾ പമ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഈ 2 ആൾക്കാർ വന്നത്. ആര്? വിനീതും അഖിലും. അപ്പൊ ഈ 2 പേരുടെ അടുത്ത് ചോദിച്ചു അതുപോലെ, ചേട്ടാ ഇതുപോലെ എന്തെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ വണ്ടി പണി ചെയ്ത് കൊള്ളായിരുന്നു, കാരണം ചെറിയ പണിയേ ഉള്ളൂ, പെട്രോൾ ടാങ്ക് പൊട്ടിയിട്ടില്ല, എന്തോ ട്യൂബ് ഒന്ന് ഇളകി കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് നമ്മൾ നോക്കാൻ ബ്രോ എന്ന് പറഞ്ഞോണ്ട് അവര് സത്യം പറഞ്ഞ ഉള്ള ജോലിയും കാണിച്ച് എനിക്ക് വേണ്ടി മെനക്കെട്ട് ഒരു മണിക്കൂർ കുത്തി ഇരുന്ന് നോക്കി റെഡിയാക്കി തന്നു. സത്യം പറഞ്ഞ ടൂൾസ് ഇല്ല നമ്മളെ മെയിൻ ആയിട്ട്. സംഭവം ഒരേ ടൂൾസ് ഉണ്ടായിരുന്നു. അതായത് ബൈക്കിന് സീറ്റിന് അടിയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കാണുമല്ലോ, സ്ക്രൂ ഡ്രൈവർ മെഡിക്കൽ കിറ്റ്, അതേ അത്രേ ഉള്ളൂ. ആ സ്ക്രൂ ഡ്രൈവർ വെച്ച് കംപ്ലീറ്റ് പാർട്സ് ഇളക്കി എടുത്ത് എങ്ങനെയൊക്കെയോ കൈ കാത്തിട്ട് കണ്ടുപിടിച്ച് എവിടെയാണ് ലീക്ക് എന്നുള്ളത്. അപ്പൊ ആ ട്യൂബ് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് സംഭവം ശരിയാക്കി തന്നു. സത്യം പറഞ്ഞ ഇതൊന്നും പെട്ടെന്ന് ആരും സഹായം ചെയ്യൂല. പക്ഷെ ആ 2 പുള്ളിക്കാരനും എന്റെ വിഷമം മനസ്സിലായി. അപ്പൊ അങ്ങനെ അവർ എനിക്ക് വേണ്ടി ഒരു വലിയ ഹെൽപ്പ് ചെയ്ത് തന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വീഡിയോ എടുത്തത്. എന്തായാലും ഒരേ ഒരു കാര്യം മനസ്സിലായി, അതായത് നമ്മൾ 4 പേർക്ക് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു 4 പേര് വരും. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ദൈവം ഉണ്ടെന്ന കാര്യം മനസ്സിലായല്ലോ. അത്ര തന്നെ ദൈവം നേരിട്ട് വരില്ല, ഇതുപോലെ മനുഷ്യരൂപത്തിൽ നമുക്കൊന്ന് നമ്മളെ സഹായിക്കും. അതായത് കമലഹാസന്റെ സ്റ്റൈലിൽ പറയണമെന്നുണ്ടെങ്കിൽ അൻപേ ശിവം, സ്നേഹമാണ് ദൈവം.